അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അതാണ് സിഗ്നൽ. കൈകൊണ്ട് കാണിച്ചുകൊണ്ടില്ലേ അടുത്ത ചോദ്യം ചോദിക്കാൻ. ഉടനെ അടുത്ത ചോദ്യമാണ് അഖിൽ മാറാർ എന്ന മണ്ടനെക്കുറിച്ച്. അപ്പോൾ അത് നിലപാടില്ലാത്ത ആൾ നിലപാടുകളെക്കുറിച്ച് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് വരികയാണ്. പുള്ളിക്കാരിക്ക് ഈ അഖിൽ മാറാറിനെ വിടണമെന്നില്ലെന്ന് തോന്നുന്നു. കാരണം അഖിൽ മാറാറിനെ തൊട്ട് അറിയിച്ചുണ്ടെന്ന് ഇനി അങ്ങനെ വല്ല ഫീലിംഗ് ഉണ്ടോ? ആ പൊട്ടനെ എന്തിനാണ് ഇവരൊക്കെ വലുതാക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പൊ നിലപാടുകളിൽ എപ്പോഴും ഉറച്ചു നിൽക്കുന്ന ഒരാൾ അത് വേണം. ഒട്ടും കുറയ്ക്കാത്ത അതിനെപ്പറ്റിയാണ് ചോദിക്കാൻ വന്നതും. അപ്പൊ ഈ റീസെന്റ് അമ്മ കൊടുത്തൊരു ഇന്റർവ്യൂല് അദ്ദേഹത്തിനെ പറ്റി ഇങ്ങനെ പരാമർശിച്ചു പോകുന്നുണ്ടായിരുന്നു. കുറച്ചു നാളായത് കൊടുത്തത്. അദ്ദേഹം ഈ നിലപാടുകളില്ല എന്ന് അമ്മ പേര് പറ, നിങ്ങളൊക്കെ പറഞ്ഞാൽ മതി. അല്ല, അമ്മ തന്നെ ആ ഇന്റർവ്യൂല് പറഞ്ഞായിരുന്നല്ലോ, നമുക്ക് നമ്മളെ മുൻ ബിഗ് ബോസിലെ ഒരു വിജയ് കൂടിയായിരുന്നു അദ്ദേഹം. നിലപാടുകളിൽ ഞാൻ അദ്ദേഹത്തിനെ ആദ്യം അടുത്ത് പരിചയപ്പെടുന്നത് കൊട്ടാരക്കരെ വെച്ചിട്ട് നമ്മുടെ ഫ്ലവേഴ്സിന്റെ ഒരു ഫംഗ്ഷൻ. അടുത്ത് പരിചയമൊക്കെ ഉണ്ട്. അന്ന് പോയി കാല് പിടിച്ചാണ് മറ്റേ ഊള അഖിൽ മാറാരെ. കാരണം പൃഥ്വിരാജ് സാറിൻ്റെ മദർ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയണ്ടേ, ഒരു ലെജൻഡാണല്ലോ. അപ്പോൾ അങ്ങനെ പോയിട്ട് കാല് പിടിച്ച് വല്ലതൊക്കെ പറഞ്ഞാണ്. അത് കഴിഞ്ഞ് അവർ വല്ലതും ചെയ്യാമെന്ന് പറഞ്ഞ് പിന്നെ അവർ മൈൻഡ് ചെയ്ത് കാണത്തില്ല. അങ്ങനെ വല്ലതായിരിക്കും സംഭവിച്ചത്. പിന്നെ ഇവൻ്റെ വിടുവായി അറിയാമല്ലോ. ഇവൻ മറ്റേ പെണ്ണുങ്ങൾ, അവൻ പറഞ്ഞ കാര്യം അവൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ പണ്ട് നല്ല ഹെൽത്തി ആയിരുന്നു. അപ്പോൾ അവർ പ്രസവം കഴിഞ്ഞാലും ഉടനെ അവർക്ക് റെഗുലർ ആക്ടിവിറ്റീസിലേക്ക് തിരിച്ചു വരാൻ പറ്റും, അതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ പറഞ്ഞ് വന്നപ്പോൾ മറ്റേ എത്ര ഡിഗ്രി പനിയാടാ എന്ന് ചോദിക്കുമ്പോൾ പറയില്ലേ 108 ഡിഗ്രി എന്നൊക്കെ. അങ്ങനെ തള്ളിയതാണ്. അങ്ങനെ തള്ളി പുള്ളി അവസാനം ചെന്ന് കൊക്കയെ വീണു. കിണറ്റിലൊന്നല്ല, കൊക്കയിലാണ് വീണത്. എന്ത് ട്രോളായിരുന്നു. നാട് മൊത്തം മണ്ടാന്ന് വരെ വിളിച്ചു. അപ്പോൾ അവൻ മറ്റേ മണ്ടനാണ്. അറിയിക്കാത്ത സംഭവം എങ്ങനെയോ മറ്റേ പണ്ട് ഡുൽഖറിൻ്റെ അടുത്ത് പോയിട്ട് ഒരു സെൽഫി എടുക്കാൻ നിന്ന ഒരു ഊളയാണ് ഇവൻ. അപ്പോൾ അങ്ങനെ നടന്ന ഒരു ഊള ഇന്ന് പറയാണ്, മറ്റേ യൂട്യൂബിലൊക്കെ ഓരോരുത്തനെ അവനൊക്കെ പറയുന്നത് കേട്ടിട്ട് അവൻ എന്തിനാണ് റിയാക്ട് ചെയ്യുന്നത്, നിങ്ങളൊക്കെ എന്തിനാണ് ഇവനൊക്കെ റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത്, നീയൊക്കെ എൻ്റെ പേര് വെച്ച് റീച്ച് ഉണ്ടാക്കാനാടാ, നീയൊക്കെ അരി മേടിക്കണമെങ്കിൽ മേടിച്ചോടാ. ആനയാണ് ചേനയാണ് ഇവൻ മറ്റേ ഇവൻ മഹാനടൻ. ഇവൻ മറ്റേ സത്യം മാഷക്ക് മറ്റേ ബീഡി കൊടുത്ത ആളാണ്. അമ്മാതിരി അത്രയ്ക്കും ഭയങ്കര നടനാണ്. എന്ത് പറയാൻ. പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ അമ്മ വന്നിട്ട് പൃഥ്വിരാജിനെ കുറിച്ച് പൊക്കി പറയുകയും ഈ മണ്ടനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് താത്തി പറയുകയും അങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോയി. പൃഥ്വിരാജ് നല്ലവനാണ്, പൃഥ്വിരാജ് അങ്ങനെ ചെയ്യുന്നു, പൃഥ്വിരാജ് ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ ഉള്ള സംഭവങ്ങൾ പൃഥ്വിരാജിനെ 2010, 2005 സമയങ്ങളിൽ അറിയാമെങ്കിൽ പൃഥ്വിരാജ് വേറെ ക്യാരക്ടറാണ്. പൃഥ്വിരാജിൻ്റെ ഒരു ഫോട്ടോ ഞാൻ വെച്ചിട്ടുണ്ട്. അത് താന്തോന്നി എന്ന് പറയുന്ന സിനിമയിൽ. ആ സിനിമയിൽ ഞാൻ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സീൻ പുള്ളി കട്ട് ചെയ്തു. കാരണം ഞാൻ എൻ്റെ പേര് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ രാജു എന്ന് പറയും. അപ്പോൾ പുള്ളിയെ സിനിമ ഫീൽഡിൽ വിളിക്കുന്നത് രാജു എന്നാണ് എന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ അത്രയ്ക്കും വലിയ ഫിലിം ഫോളോവർ ഒന്നുമല്ല. ഫിലിം ഫോളോവർ എന്ന് പറഞ്ഞാൽ അഭിനയം കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടവും കാര്യങ്ങളാണ്. പക്ഷേ ജീവിതത്തിൻ്റെ ഇടയിൽ ഈ മറ്റേ സിനിമാക്കാരുടെ പെറ്റ് നെയിമൊക്കെ നമുക്കങ്ങനെ അത്രയ്ക്കും വലിയ ഫോളോവർ അല്ല ഞാൻ ആ സമയത്ത്. ഇപ്പോൾ പിന്നെയും കുറച്ചൊക്കെ അറിയാം, കാരണം കുറേ ഫ്രീ ടൈം ഉള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ പുള്ളി എന്താ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു രാജു. എന്താ ഒന്നുകൂടെ ചോദിച്ചു. ഒരു 10 അടി ഡിഫറൻസിലാണ്. ഞാൻ നല്ല സൗണ്ടിലാണ് പറയുന്നത്, എല്ലാവർക്കും കേൾക്കാം. അപ്പോൾ അവിടുന്ന് വേറെ ഒരാൾ പറഞ്ഞു, സുധീഷാന്ന് തോന്നുന്നു. സുധീഷ് പറഞ്ഞു രാജു എന്ന്. ആണോ, കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് പുള്ളി ആ ഷോട്ടങ്ങ് എടുത്തു. ടി.എ. ഷാഹിദ് എന്ന് പറയപ്പെടുന്ന ആളാണ് ഇതിൻ്റെ കഥാകൃത്ത്. പുള്ളി മരിച്ചുപോയി. പുള്ളിയെ ഞാൻ ദുബായിൽ നിന്ന് വിളിച്ചു. എൻ്റെ സീൻ ദുബായിലായിരുന്നു, ദുബായ് ഫിഷ് മാർക്കറ്റിൽ. അതായത് പൃഥ്വിരാജ് ജോലി ചോദിച്ചു വരികയും ഞാൻ ഫിഷ് മാർക്കറ്റിലൊരു ഓണറാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ജോലി ചോദിക്കുകയും സുധീഷ് കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ജോലിക്ക് കയറ്റുന്നു. ഞാൻ പറയുന്നു ഓക്കെ, നിങ്ങൾ നാളെ മുതൽ ജോലി കയറിക്കോ എന്ന് പറയുന്നു. ഇതാണ് സീൻ. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ എന്തോ ജോർജോ എന്തോ ആണ് പേര്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇപ്പോൾ ഞാൻ വിക്കിപീഡിയയിലൊന്നും തപ്പാനൊന്നും നിൽക്കുന്നില്ല. അങ്ങനെ എന്തോ ജോർജോ എന്തോ ആണ് പേര്. അപ്പോൾ പുള്ളിക്ക് കാര്യമായിട്ട് റോളൊന്നുമില്ല. പുള്ളി ഇങ്ങനെ രാജു വരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കും. ഫിഷ് മാർക്കറ്റിലായിരുന്നു സീന്. ഫിഷ് മാർക്കറ്റിൽ ആദ്യത്തെ ദിവസം രാവിലെ വരേണ്ട ആൾ പുള്ളി ഭയങ്കര തിരക്ക് പിടിക്കുന്ന സമയത്ത് ഒരു 11 മണിക്ക് എങ്ങാണ്ട് പുള്ളി സ്പോട്ടിലെത്തി അവിടെ പൃഥ്വിരാജ്. അപ്പോൾ ഭയങ്കര ആൾക്കൂട്ടം. കാരണം ദുബായിൽ ഫിഷ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അത്യാവശ്യം മലയാളികളുണ്ടാവും. പിന്നെ ക്യാമറയൊക്കെ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ വിളിച്ചിങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ സീൻ എടുക്കാൻ പറ്റിയില്ല. ഇങ്ങനെ നമ്മുടെ പൃഥ്വിരാജ് ചേട്ടൻ അവിടെ വന്നിട്ട് ഭയങ്കര ക്രൗഡാണല്ലോ ജോർജേ പറഞ്ഞിട്ട് പാക്കപ്പ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ പ്രൊഡ്യൂസറിൻ്റെ വീട്ടിലേക്ക് പോയി. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്തോ മരിക്കാർ, മറ്റേ ഷാവുൽ അമീദ് മരിക്കാരോ അങ്ങനെ എന്തോ ആണ് പുള്ളിയുടെ പേര്. മരിക്കാർ മറ്റേ ജുമൈറ ബീച്ചിൽ പുള്ളിക്ക് ബീച്ച് ഫേസിങ് വില്ലയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ കുറേ സീൻസും കാര്യങ്ങളൊക്കെ അവിടെ പിന്നെ ചില്ലിങ് ആയിരുന്നു അവിടെ.
നവയിലൊക്കെ ആയല്ലോ. അവിടെ കുറച്ച് സീൻസ്, അവിടെ എന്തോ പോലീസിൻ്റെ സീന്, അത് ഇത് അങ്ങനെ കുറച്ച് സീനൊക്കെ ദുബായ് പോലീസിൻ്റെ മറ്റേ പ്രത്യേകതരം ഡ്രസ്സ്, പച്ച കളറിട്ട് കഴിഞ്ഞാൽ അവർ അവിടെ റിലീസ് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ വേറെ പ്രത്യേകതരം ഡ്രസ്സൊക്കെ ആയിട്ട് അങ്ങനെ കുറേ സീനൊക്കെ അങ്ങനെ ആയിട്ട് പോയി ആ ദിവസം. പിറ്റേ ദിവസമാണ് ഈ സീൻ എടുത്തത്. അതായത് ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തി ഏത് ലെൻസ് വെക്കണമെന്ന് മറ്റേ ഡയറക്ടറിനോട് പറയുന്നത് പൃഥ്വിരാജാണ്. പൃഥ്വിരാജ് ഒരു നടനാണല്ലോ. പക്ഷേ ആ ഡയറക്ടറിനെ അവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത് തന്നെ നമ്മുടെ പൃഥ്വിരാജ് ഏട്ടനാണ്. പൃഥ്വിരാജ് ഏട്ടൻ എന്ന് പറയുന്ന ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ മഹാസംഭവമാണ്. മഹാസംഭവം എന്ന് പറഞ്ഞാൽ കഴിവുണ്ട്, അതിന് ഒത്ത അഹങ്കാരവും മറ്റേ ജാടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് എനിക്ക് ഒരു കുഴപ്പവും എനിക്ക് ഫീൽ ചെയ്യത്തില്ല. കാരണം കഴിവുള്ളവൻ ജാട കാണിക്കട്ടെ. ഈ അഖിൽമാരാർ പോലത്തെ ഊളകൾ ഒരു കഴിവില്ലാതെ ചുമ്മാതെ വന്നിട്ട് ജാട കാണിക്കുന്നത് നമ്മൾ സഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കഴിവുള്ളവൻ ജാട കാണിക്കട്ടെ, അങ്ങനെ ഒരു ഫീലിംഗ് ഉള്ള ഒരാളാണ്. നിങ്ങൾ ഈ ദുബായിൽ, ഇംഗ്ലണ്ട്, അമേരിക്ക എന്നൊക്കെ വെളി രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മെൻറ്റാലിറ്റി മനസ്സിലാവും. അവർ പറയും, എടാ കാശുള്ളവൻ ജാട കാണിക്കട്ടെ, എന്താണ് പ്രശ്നം? ഈ ഒന്നുമില്ലാത്ത മനുഷ്യന്മാർ ജാട കാണിക്കുന്നത് നമ്മൾ സഹിക്കുന്നില്ല നമ്മുടെ നാട്ടിൽ. അത് ഉള്ളവൻ ജാട കാണിക്കട്ടെ എന്ന് പറയും. അപ്പോൾ ഞാൻ ആ പോളിസി ഉള്ള ആളാണ്. പക്ഷേ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഭയങ്കര മനുഷ്യനാണ്. ഒരു റോൾസ് റോയ്സ് കാറ് ഒരു മണിക്കൂറിന് 700 ദിർഹംസ് കണ്ടാണ് ആ സമയത്ത് അതിന് റെൻറ്റ്. ഈ 700 ദിർഹംസിന് എടുത്തിട്ട്, അതായത് ഒരു ദിവസം 24 മണിക്കൂറുണ്ടെങ്കിൽ ഇൻറ്റു 700, അപ്പോൾ ഈ 700 10,000 ദിർഹംസ് ആ കാറ് റെൻറ്റിന് എടുത്തിട്ട് അത് ചുമ്മാ കിടക്കുകയാണ്. മറ്റേ ഷാഹുൽ ഹമീദ് മറ്റേ മരിക്കാർ പറഞ്ഞില്ലേ, ഈ പ്രൊഡ്യൂസറിൻ്റെ വീടിൻ്റെ മുന്നിൽ. ഈ പ്രൊഡ്യൂസർ പഴയ പ്രൊഡ്യൂസറാണെന്ന് തോന്നുന്നില്ലേ, കോക്കർ ഫിൽമൊക്കെ പുള്ളിയുടെ ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഷാഹുൽ ഹമീദ് മരിക്കാർ എന്ന് പറയുന്ന പേര് ഞാൻ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. എന്താണെങ്കിലും വലിയ ടീമാണ്. എന്ത് വലിയ ടീമാണെങ്കിലും രാജുഭായ് എന്ന് പറയുമ്പോൾ ഭയങ്കര മറ്റേ ഡോണിനെ പോലെയാണ്. കാരണം ഹീറോ ആണല്ലോ. അപ്പോൾ അങ്ങനെ അനുഭവിക്കുന്ന ദുഃഖിക്കുന്ന കോടീശ്വരന്മാർ കുറേ ആൾക്കാരുണ്ട് ഈ പ്രൊഡക്ഷൻ രംഗത്ത് വന്നിട്ട്. ഇപ്പോൾ ഈ അഖിൽമാരാറിനെയൊക്കെ വെച്ച് സിനിമ ചെയ്തവൻ, ഈ മറ്റേ മാധവ് സുരേഷിനൊക്കെ വെച്ച് സിനിമ ചെയ്ത പ്രൊഡ്യൂസർമാരുടെയൊക്കെ ഗതി ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ. കാരണം സിനിമയിൽ വന്ന് നമ്മളങ്ങ് തകർത്ത് അങ്ങ് വാരാൻ പോവാണ് കാശെന്ന് പറഞ്ഞാണ് വരുന്നത്. എന്താണ് സ്ക്രിപ്റ്റ്, എന്താണ് സ്ക്രീൻ പ്ലേ, എന്താണ് മനുഷ്യന് ഒരു സിനിമാ തിയേറ്ററിൽ പോയി കഴിയുമ്പോൾ അവൻ എന്താണ് കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് ഒരു ബേസിക് നോളജ് പോലും ഇല്ലാത്ത മൈരന്മാരാണ് ഇപ്പോൾ സിനിമ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ നിലയിൽ നിൽക്കുന്നത് നമ്മുടെ മലയാളം സിനിമ. സംഭവം ഈ പടത്തിൻ്റെ ഡയറക്ഷൻ ഫുള്ള് പൃഥ്വിരാജായിരുന്നു. അങ്ങനെ എടുത്തെടുത്താണ് കുറേ പടങ്ങൾ പുള്ളിയുടെ പൊട്ടിയത്. ഈ എമ്പുരാനൊക്കെ എടുക്കുന്നതിന് മുമ്പ്, എമ്പുരാനിലൊക്കെ എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ കൈ മാത്രമല്ല, എമ്പുരാനിൽ മുരളി ഗോപിയുടെ കൈയുണ്ട്. പിന്നെ ഒരുപാട് സമയം പിടിച്ചു പൃഥ്വിരാജിന് ഒരു സ്റ്റേറ്റിലേക്ക് എത്താൻ. എന്താണെങ്കിലും നല്ല കാര്യമാണ് അതൊക്കെ. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് അത്ര വലിയ മഹാനൊന്നല്ല. അതാണ് എനിക്ക് പുള്ളിക്കാരൻ്റെ അമ്മയോട് പറയാനുള്ളത്. കാരണം പുള്ളിക്കാരി ശപിക്കുന്നൊക്കെ ഉണ്ട്. അയ്യോ എൻ്റെ മോനെക്കുറിച്ച് ഇവൻ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ഒരു 6 മാസം കൊണ്ട് അവനെ നാട് മൊത്തം ഉള്ള ആൾക്കാർ അവനെ മണ്ടൻ, അവനൊരു പൊട്ടൻ എന്നുള്ള രീതിയിൽ ശപിക്കുന്നൊക്കെ ഉണ്ട് പുള്ളിക്കാരിയുടെ ടോണ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് പോയി കാണുക. ആ വീഡിയോയുടെ ഫുൾ പാർട്ടൊന്നും ഞാൻ വെക്കുന്നില്ല, കാരണം കോപ്പിറൈറ്റ് അടിച്ച് കണ്ടാറങ്ങി പോകും. ചെറിയ ഒരു ഭാഗം മാത്രം വെച്ചിട്ടുണ്ട്. അതിന് കോപ്പിറൈറ്റ് അടിക്കില്ല എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ദയവ് ചെയ്ത് അടിക്കരുത്. നിങ്ങൾ ഈ ഒരു കഥ ഇത് കണ്ടപ്പോൾ, ഇത് നേരത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അന്നേരം സമയമില്ലാതെ പോയി, അങ്ങനെ സാഹചര്യങ്ങൾ ഒത്ത് വന്നില്ല. പക്ഷേ ഇന്ന് ഇത് പുള്ളിക്കാരുടെ ഈ പറച്ചിലൊക്കെ കേട്ടപ്പോൾ, ഈ അഖിൽമാരാർ മണ്ടനാണ്, ഒരു തെണ്ടിയാണ്, അത് വേറെ കഥ. അതിലൊരു മാറ്റവും ഇല്ല. അതിനകത്ത് ഒരു വേറെ അഭിപ്രായം ഒന്നുമില്ല. ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഒന്നുമില്ല അതിനകത്ത്. അവനൊരു മണ്ടനാണ്, അവനൊരു ഊളനാണ്. പക്ഷേ ബേസിക്കലി കുറച്ചൊക്കെ നല്ലവനാണ്. പക്ഷേ ഫുള്ള് നല്ലവനായി കഴിഞ്ഞാൽ സമൂഹത്തിൽ പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഈ കാശ് വരുമ്പോൾ ഉള്ള ഒരു പ്രത്യേക അഹങ്കാരം ഉണ്ടല്ലോ. ഈ ഊളയെ സപ്പോർട്ട് ചെയ്ത് ഞാൻ കുറേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവൻ്റെ ബിഗ് ബോസ് സമയത്ത്. എനിക്ക് ഇപ്പോൾ റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, ഇവനെ എന്തിനാണ് സപ്പോർട്ട് ചെയ്തത്. പിന്നെ ഒരു തരത്തിലൊരു സ്ക്രിപ്റ്റാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അങ്ങനെ വലിയ നാച്ചുറൽ ആയിട്ടുള്ള ഇതൊന്നും അല്ല. അതിലൊരു ചെറിയ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരാളെ പ്രൊമോട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വേറെ ഒരു സംഭവം. പക്ഷേ പൃഥ്വിരാജിൻ്റെ കാര്യം, പൃഥ്വിരാജ് വേറെ ഒരു മനുഷ്യനായിരുന്നു. പൃഥ്വിരാജ് ഇന്ന് വേറെ ഒരു രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. പുള്ളി ഇപ്പോൾ ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു മഹാനടനാണ്. പ്രത്യേകിച്ച് ആട് ജീവിതത്തിലൊക്കെ ഇങ്ങനെ കരഞ്ഞ് മെഴുകി താടിയൊക്കെ വളർത്തിയിട്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് അങ്ങ് ഈ മറ്റേ ഹൈ ക്ലാസ്സിലെ ഈ ബോക്സിലൊക്കെ ഇരുന്ന് സിനിമ കാണുന്നവർക്ക് അതൊക്കെ ഭയങ്കര ഹൗ യു ക്യാൻ ഡു ദാറ്റ് മാൻ എന്നുള്ള രീതിയിൽ അതൊക്കെ ഭയങ്കര സംഭവമായിട്ടാണ് കാണുക. പക്ഷേ എനിക്ക് അമ്മയോട് പറയേണ്ടതെന്ന് വെച്ചാൽ, പൃഥ്വിരാജിന് സിനിമയിലുള്ള ഈ മറ്റേ കുശുമ്പും കുന്നായ്മ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ലപോലെ അറിയാം, നല്ലപോലെ അതൊക്കെ മനസ്സിലാക്കി, അതൊക്കെ പുള്ളി അതൊക്കെ പഠിച്ച് അതിലൊരു വിദഗ്ധനായി മാറി. അതുകൊണ്ടാണ് പുള്ളി ഇപ്പോൾ ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നത്.
അല്ലെങ്കിൽ പുള്ളി എന്നെ ഔട്ടാ. പുള്ളിയുടെ അച്ഛൻ അതായാലും അമ്മ ഇതായാലും പുള്ളിക്ക് നിലനിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. ആ മറ്റേ കുശുമ്പും കാര്യങ്ങളൊക്കെ, ആ മറ്റേ കള്ളത്തരവും കാര്യങ്ങളൊക്കെ, സിനിമയിലുള്ള കള്ളത്തരം. വേറെ ഒരു നടനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അഖിൽ മാരാർ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി പറയുന്നുണ്ട്, അത് ദിലീപിനെയാണ്. അപ്പോൾ ദിലീപ് അതിൻ്റെ ഉസ്താദാ. ദിലീപ് എന്നൊക്കെ പറഞ്ഞാൽ ഒരാൾ ഒന്ന് നല്ലപോലെ ഡ്രസ്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവനെ തെറി പറഞ്ഞ് അവനെ മറ്റേ സെറ്റിൽ നിന്ന് പുറത്താക്കുന്ന അമ്മാരി ഒരു ടീമായിരുന്നു ദിലീപ്. ഇപ്പോൾ ദിലീപിൻ്റെ സമയം മാറി, കാലം മാറി, കഥ മാറി. ഇപ്പോൾ കുറേ ചെറിയ പിള്ളേരുടെ കൂടെ ഒക്കെ വന്ന് അഭിനയിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് തന്നെ കാണാം ആഷിറിൻ്റെ കൂടെ അല്ലെങ്കിൽ നസ്ലിൻ്റെ കൂടെ അഭിനയിക്കും. അപ്പോൾ അതൊരു വലിയ ബഡ്ജറ്റ് സിനിമയായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് സിനിമയിൽ റെഗുലറായിട്ടുള്ളൊരു ശത്രുവും ഇല്ല, ഒരു മിത്രവും ഇല്ല. അതൊരു കോമാളി രംഗമാണ് അവിടെ. രംഗബോധമില്ലാത്ത കോമാളി, മരണം രംഗബോധമില്ലാത്ത കോമാളി എന്ന് പണ്ട് അച്ചുവേട്ടൻ്റെ വീട് എന്ന സിനിമയിൽ മറ്റേ പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. പുള്ളിക്കാരൻ കുറേ പ്രാവശ്യം ആ ഡയലോഗ് യൂസ് ചെയ്തിട്ട്, കാരണം വേണു സാറ് മരിച്ചു കഴിയുമ്പോൾ, അതാണ് അച്ചുവേട്ടൻ മരിച്ചു കഴിയുമ്പോൾ ഈ ഡയലോഗ് കുറേ പ്രാവശ്യം പറഞ്ഞിട്ട് വേണുവേട്ടൻ്റെ ഭാര്യയെ ഒന്ന് കറക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമമാണ് മറ്റേ സുഹൃത്ത്, വേണുവേട്ടൻ്റെ സുഹൃത്ത് തന്നെ. അപ്പോൾ അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. സിനിമ എന്ന് പറയുന്നത് ഇപ്പം മരണം രംഗബോധമില്ലാത്ത കോമാളിയാണേലും സിനിമയും ഏകദേശം അതേപോലെയാണ്. സിനിമാ രംഗത്ത് ഒരുപാട് ആൾക്കാരെ നിങ്ങൾ കാല് പിടിക്കേണ്ടി വരും, ഒരുപാട് ആൾക്കാരെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല കേട്ടോ, അതൊക്കെ ഇപ്പോൾ വലിയ കേസാണ്. എന്നാലും അതില്ല എന്ന് പറയട്ടെ ഈ സിനിമാക്കാർ, അത് മൊത്തമായിട്ടില്ല എന്ന് സത്യമൊക്കെ ചെയ്യും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കും അറിയാം, നമുക്കും അറിയാം. ഈ അഖിൽ മാരാറിൻ്റെ കേസ് പോലെയാണ്. അഖിൽ മാരാർ മറ്റേ പെണ്ണുങ്ങൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രവണതയാണ് മറ്റേ ഗർഭിണിയാവുക, കുഞ്ഞുണ്ടാവുക എന്നൊക്കെ പറയുന്നത്. ഭയങ്കര എൻജോയ് ചെയ്ത് സംഭവം ശരിയാണ്, നമുക്കും അറിയാം, അവനും അറിയാം. അവൻ പറയുന്നത് ശരിയാണ്, നമുക്കും അറിയാം അവൻ പറയുന്നത് ശരിയാണ്. പക്ഷെ അവൻ പറഞ്ഞ് വന്ന വിധമുണ്ടല്ലോ, അവൻ പറഞ്ഞ ഡയലോഗ്സ് ഉണ്ടല്ലോ, അതാണ് പ്രശ്നമായിപ്പോയത്. അവൻ പറയേണ്ടിയിരുന്നത് പണ്ട് കുറേ ഹെൽത്തി ആയിരുന്നു, അപ്പോൾ അവർ ഗർഭിണിയായാലും ഡെലിവറി സമയത്ത് ഇത്രയ്ക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറില്ലായിരുന്നു. ഒരുപാട് പക്ഷേ കുഞ്ഞ് മരിക്കുകയും അല്ല അമ്മ മരിക്കുകയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പണ്ട് 8ഉം 10ഉം ഒക്കെ ഉണ്ടാവും ഒരു വീട്ടിൽ. അപ്പോൾ 10 ഉണ്ടെങ്കിൽ അതിലൊരു 3-4 എന്തെങ്കിലും അസുഖമൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ആയിട്ട് തീരും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ മോർട്ടാലിറ്റി റേറ്റ്, ഈ മരണം എന്ന് പറയുന്നത് ഇപ്പോൾ കുറവാണ്. പണ്ടെന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ ഒരു സംഭവമായിരുന്നു. അപ്പം അങ്ങനെ ഉള്ള സമയത്ത് പെണ്ണുങ്ങൾ കുറേ നല്ല വീട്ടു ജോലി മറ്റേ പാടത്തും ഒക്കെ ജോലിയൊക്കെ എടുത്ത് അവർ നല്ല ഹെൽത്തി ആയിരുന്നു. അപ്പോൾ ഹെൽത്തി ആയിരിക്കുമ്പോൾ ഇപ്പോഴും അത് തന്നെയാണല്ലോ, മറ്റേ ഗർഭിണിയായി കഴിയുമ്പോൾ ഓരോ എക്സസൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. പണ്ട് എക്സസൈസൊന്നും വേണ്ട, അവർ ക്ഷീണിക്കുന്ന ലെവലിലേക്കുള്ള പണികൾ, അവർക്ക് അത്യാവശ്യം പണികൾ ചെയ്താൽ തന്നെ ഒരു 2 പേർക്കുള്ള പണി പണ്ട് ഒരാൾ ചെയ്തിരുന്നു. അങ്ങനെയുള്ളപ്പോൾ അവർ ഭയങ്കര ഹെൽത്തി ആയിരുന്നു. അപ്പോൾ അവർക്ക് ഈ പ്രസവിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഇത്രയ്ക്കും ബുദ്ധിമുട്ട് ഇപ്പോൾ ഉള്ള പോലെ ഈ 10 ഡോക്ടറും കാര്യങ്ങളും ഇല്ലാതെ തന്നെ ഒരു വൈറ്റാറ്റി എന്ന് പറയുന്ന ആ ഒരു സംഭവം വെച്ച് തന്നെ അവർ പ്രസവിക്കുമായിരുന്നു. പ്രസവിച്ചിട്ട് ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ച, ഒരാഴ്ച എനിക്ക് തോന്നുന്നത് അവർ സാധാരണ ജീവിതത്തിലേക്ക് അവർ തിരിച്ചു വരികയും അവർ മറ്റേ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യും. കാരണം ആളില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും, എന്നാലും ഇവർ ചെയ്യേണ്ട ജോലികൾ ഇവർ തന്നെ ചെയ്യണം എന്നുള്ള ഒരു ചിട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പണ്ട് കൂട്ടുകുടുംബമാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ പോലത്തെ 2 പേര് 3 പേരുള്ള കുടുംബങ്ങൾ പണ്ട് കുറവായിരുന്നു. കുറവെന്നല്ല, ഇല്ലെന്ന് വേണേൽ പറയാം. അങ്ങനെ അത് കേട്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അത് സംഭവം ഇയാൾ പറയുന്നത് സത്യമാണെന്ന്. പക്ഷേ ഇവൻ പറഞ്ഞ രീതി തെറ്റായിപ്പോയി. അതുകൊണ്ട് അവനെ മണ്ടെന്ന് വിളിച്ചു, പൊട്ടനായി. കാരണം അവൻ പൊട്ടനാണ്. മറ്റേ എല്ലാ കാര്യത്തിലും വന്നിട്ട് ഭയങ്കര ഡയലോഗ്, ഭയങ്കര മറ്റേ മുന്തിയ ഡയലോഗ് അടിക്കുമ്പോഴേ ഒന്ന് ആലോചിക്കണം. എല്ലാ കാര്യത്തിലും പുള്ളിക്ക് അഭിപ്രായമുണ്ട്, പുള്ളിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഇപ്പോൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ റഷ്യയെക്കുറിച്ചും മറ്റേ അവിടെ പോയിട്ട് തൊപ്പിയുടെ അടുത്ത് ഒരു ദിവസം കയർക്കുന്നുണ്ട്. നിനക്കറിയാവടാ മറ്റേ യുക്രൈൻ, നിനക്കറിയാവടാ മറ്റേ യൂട്ടോപ്പിയൻ എന്നൊക്കെ. അങ്ങനത്തെ ഒരു ഈഗോയിസ്റ്റിക് ഫൂളാണ്. അതാണ് ഈഗോ തലയ്ക്ക് കയറി പിടിച്ചു കഴിഞ്ഞാൽ അവനൊരു മണ്ടനായിത്തീരും, ഒരു മൊണ്ണയായിത്തീരും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് അഖിൽ മാരാർ. പിന്നെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ആൾ നല്ല കഴിവൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ ഒരുപാട് തണ്ടിത്തരവും ഒരുപാട് വേലത്തരങ്ങളും ഒക്കെ ചെയ്ത് തന്നെ ഈ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അതും നമുക്കറിയാം, നമുക്ക് കേൾക്കുമ്പോൾ അറിയാം, എല്ലാം കള്ളന്മാർ തന്നെ, ചെറിയ കള്ളനും വലിയ കള്ളൻ എന്നൊക്കെ പറയുന്ന പോലെ. ആണേലും ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷം. കാരണം കുറേ നാളായിട്ട് വിചാരിച്ചിട്ട് വിട്ടുപോയ ഒരു വീഡിയോ ആണ്. പിന്നെ ഇപ്പോൾ 2 ദിവസം മുമ്പേ ഇത് കണ്ടു. അപ്പോൾ ഇന്നലെ പിന്നെയും കണ്ടു. അപ്പോൾ പിന്നെ ഇന്ന് എടുത്ത് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് അങ്ങ് ചെയ്തതാണ്.